Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ശുക്രൻ രാശി മാറുന്നു. ഈ 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെ 9:33 AM ശുക്രൻ രാശി മാറുകയാണ്. ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ കന്നി രാശിയിലോട്ടാണ് രാശി പരിവർത്തനം നടത്തുന്നത്. അപ്പം പല രീതിയിൽ എല്ലാ ആൾക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള പല രീതിയിലുള്ള ഉയർച്ചകൾ, അതുമല്ലെന്ന രീതിയിൽ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, പല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകാൻ, അങ്ങനെ ശുക്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആർഭാടത്തിൻ്റെ, എല്ലാ സമ്പത്തിൻ്റെയും, എല്ലാ നല്ല നല്ല നിമിഷങ്ങളുടെയും നാഥനാണ് എന്ന് പറയാം. കാരണം ശുക്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമ്പന്നതയും നിറഞ്ഞാണ്, എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. ഈ ആകെയുള്ള 9 ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് പറയാനുള്ളത് അങ്ങനെ ഒരു ഗ്രഹമാണ് ശുക്രൻ. നമ്മുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല നല്ല നിമിഷങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അഭിനയം, കല, സാമ്പത്തികം, നല്ല വീട്, നല്ല ഒരു വണ്ടി, ഇതെല്ലാം ശുക്രനാണ് തരുന്നത്. ഇവൻ നല്ല ഒരു ഭാര്യ പോലും കിട്ടണമെന്ന് ശുക്രൻ കനിഞ്ഞില്ലെന്നൊരു നല്ലൊരു ഭാര്യയെ നമുക്ക് കിട്ടുക. അതുപോലെ നല്ലൊരു ഗേൾ ഫ്രണ്ട് വേണോ, അതും ശുക്രനാണ് കണിയേണ്ടത്. നല്ല സ്വർണങ്ങൾ, നല്ല ആഡംബരമായിട്ടുള്ള അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള നിമിഷങ്ങളെ അല്ലെന്നൊരു അങ്ങനെയുള്ള നല്ല സാരി, നല്ല വസ്ത്രങ്ങൾ, ഇതെല്ലാം കൊണ്ടു തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. എന്ന് പറഞ്ഞാൽ ആഡംബരത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു മാന്ത്രിക ബിന്ദുവെന്ന് വേണമെന്നൊരു പറയാം. ശുക്രനെ പറ്റി പുകഴ്ത്തി പറയാനാണെന്നൊരു ഒരുപാടുണ്ട്. അത് നമുക്കൊരു വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അത്രത്തോളം ആഡംബരങ്ങളും സമ്പന്നതയും എല്ലാം കൊണ്ടു തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. നമ്മുടെ ബർത്തിയാട്ടിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ടു മുമ്പിൽ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹമുണ്ടെന്നൊരു ആ ആള് ജീവിതത്തിൽ മൊത്തം സമ്പന്നനായിട്ട് ജീവിക്കും. അതിന് സഞ്ജീവനി യോഗ എന്ന് പറയും. ലൈഫ് ത്രൂ ഔട്ട് റിച്ച് ആവും. ഒന്നിനും അധികം ബുദ്ധിമുട്ടിന് വരികയല്ല. മിനിമം 67 വയസ്സ് വരെ ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കാനുള്ള ഒരിത്. പല ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ബർത്തിയാട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ കാണാം. ശുക്രനും വ്യാഴവുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അത് ഏതെങ്കിലും ആയെങ്കിലാകാം. 159, 2610, 3711, 4812, അങ്ങനെ ഏതെങ്കിലും ആയെങ്കിൽ ശുക്രന്റെ മുമ്പിലായിട്ട് ഫ്രണ്ടിലായിട്ട് കയറി അങ്ങനെ ഏതെങ്കിലും ആയെങ്കിൽ നമ്മുടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഫ്രണ്ടിലായിട്ട് ശുക്രൻ കയറി അലൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ സമ്പന്നതയും നമുക്ക് വരുമെന്ന് മനസ്സിലാക്കാം. ഇതേ ശുക്രനും വ്യാഴവും കൂടെ നിൽക്കുന്ന സമയത്ത് നല്ല രാഹുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഹോം, ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതലെന്നല്ല, ഒരു 3 ഹൗസ്, 6 ഹൗസ്, 9 ഹൗസ്, അങ്ങനെ പോകുന്നു. മൾട്ടിപ്പിൾ ഹൗസുകൾ, ഒരുപാട് വീടുകൾ, പ്രത്യേകിച്ച് മെർക്കുറിയൊക്കെ കൂടെ കണക്ട് ചെയ്തു വന്ന മെർക്കുറി എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ ഗ്രഹം കൂടെയാണ്. സെലിബ്രേഷന്റെ ഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ത്രൂ ഔട്ട് ലൈഫിൽ സെലിബ്രേഷൻ നടക്കുന്നതും അല്ലെന്നൊരിൽ ഈ ഒരു ഗ്രഹങ്ങളുടെ ട്രാൻസിഷൻ വരുമ്പോഴാണ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ ചൊവ്വ ഒക്കെ കയറി കണക്ട്, ഈ ഒരു കോമ്പിനേഷൻ്റെ ഇടയ്ക്ക് കയറി കണക്ട് ആയിട്ടുണ്ടെന്ന് വരിക നമുക്ക് ലാൻഡഡ് പ്രോപ്പർട്ടി ലഭിക്കാനുള്ള യോഗമുണ്ട്. അത് ചിലപ്പോൾ പാരമ്പര്യമായിട്ടാകാം, അല്ലാതായിരിക്കാം. ഏത് വകയിലായാലും ഏത് രീതിയിലായാലും അത് ലഭിച്ചിരിക്കും. ഒന്ന് മനസ്സിലാക്കുക, ഈ ഗ്രഹങ്ങൾ അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും ചലിക്കാൻ കഴിയില്ല. ചില ആൾക്കാർ പലപ്പോഴും കളിയാക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളെ പഠിക്കാതെ മനസ്സിലാകാതെ സംസാരിക്കുന്ന ആൾക്കാരോട് ഒരു അഭ്യർത്ഥനയോടുണ്ട്. ആദ്യ കാര്യങ്ങളും മനസ്സിലാക്കുക. ഒരു സയൻസ് ഇവിടെ തെറ്റിട്ടില്ല, സയൻസ് തെറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ശാസ്ത്രത്തെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ അത് സയൻസ് അല്ല, അതിൻ്റെ വേറെ പേരാണ് പറയുന്നത്. അത് വയറ്റിപ്പഴപ്പെന്ന് പറയും. നമ്മൾ വയറ്റിപ്പഴപ്പിനല്ല ഇരിക്കുന്നത്, ഇത് ശാസ്ത്ര സത്യങ്ങളാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും ഓരോ കാരകത്വങ്ങളെ ആക്ടിവേറ്റ് ചെയ്താൽ പോലും നമുക്ക് ആ ഗ്രഹം നമുക്ക് പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് ഇവിടെ കാണാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വാസ്തുപരമായിട്ടാണെന്ന രീതിയിലും ശുക്രൻ നെഗറ്റീവ് ആകുന്ന പല കേസുകളുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള ടോയ്ലറ്റ് വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള കേസ് വരുമ്പോൾ പലപ്പോഴും നമുക്ക് വയറ് സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെന്നൊരു യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുക. അതുപോലെ വീട്ടിലെ സമ്പത്ത് നശിക്കുക, സൗഭാഗ്യങ്ങൾ നശിക്കുക, എക്സ്പെൻസ് കൂടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ടോയ്ലറ്റ് പോലും ഒഴിവാക്കും.
പ്രത്യേകിച്ച് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തീയാണ് ഭരിക്കുന്നത്. അപ്പം തീക്കകത്ത് കൊണ്ട വെള്ളം ഒഴിക്കുക, അതാണ് ടോയ്ലറ്റിനകത്ത് വെള്ളം ഉണ്ടല്ലോ. അത് മാത്രമല്ല മലിനമാവുക, ടോയ്ലറ്റിലെ വേസ്റ്റ് മാലിന്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ഗ്രഹം മലിനമാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം തട്ടിത്തെറിപ്പിച്ച് കഴിയുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പല ഡയറക്ഷനിലുള്ള ഈ ഒരു കാര്യങ്ങൾ ആക്ടിവിറ്റി ഒഴിവാക്കാം. ഓരോ ഗ്രഹത്തിൻ്റെതും ഈ നമ്മുടെ നവഗ്രഹങ്ങൾ 9 ഡയറക്ഷനും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കോണിനും ഓരോ ഏരിയയ്ക്കും ഓരോ ഡയറക്ഷൻ്റെയും അതിന് ആ ഒരു ഡയറക്ഷൻ്റെ ആയിട്ടുള്ള പവിത്രതകളുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇവിടെ ജാതിയും മതവും എല്ലാം മനുഷ്യരാണ് സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കുക, നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യത്തിലും അതിൻ്റെ ആയിട്ടുള്ള സത്യസന്ധതയും അതിൻ്റെ ആയിട്ടുള്ള നീതിയും പുലർത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഏരിയയും ഓരോ കോണിനെയും ഓരോ ഡയറക്ഷനെയും കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങളുണ്ട്. മാത്രമല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം പോലും ഉണ്ടാക്കിയേക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രകൃതിയായാലും നിലനിൽക്കുന്നത്, ഈ പഞ്ചഭൂതത്തിന്റെ പ്രസൻസിലാണ്. അപ്പൊ ഈ 5 എലമെന്റ്സ് എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെ അതിൻ്റെ ആയിട്ടുള്ള എനർജി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ ദിവസമായാലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു 6 മണിക്കൂർ നമ്മൾ ഉറങ്ങുക, ആ ഒരു സമയത്ത് ഈ പറയുന്ന വാസ്തുപരമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരും. ഇവിടെ ഇപ്പം ശുക്രന്റെ കാര്യം മാത്രമേ പരാമർശിച്ചു പോകുന്നുള്ളൂ. കാരണം ശുക്രന്റെ വീഡിയോ ആണല്ലോ ഇത്, അതുകൊണ്ട് ശുക്രനെ പറ്റി മാത്രം പറയുന്നുള്ളൂ, ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട വാസ്തു. ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാസ്തു കാര്യങ്ങൾ ഇങ്ങനെ അറിയാനുള്ള താല്പര്യമുണ്ടെന്ന രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിട്ട് ബാക്കി. കാരണം നമുക്ക് ഇന്ന് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിന് നിങ്ങൾക്ക് പോകേണ്ട പോലും കാര്യമില്ല. ജിയോജബ്ര പല സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഈ ഒരു വാസ്തുവിൻ്റെ ആയിട്ടുള്ള ആയാലും ശുക്രന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, സപ്പോസ് വനറിയൽ ഡിസീസ്, കണ്ണിന് പ്രോബ്ലംസ്, സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒബിസിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊന്ന് വിട്ടുമാറാത്ത ഷുഗർ, ഈ കൊച്ചുകുട്ടികൾക്ക് പോലും ചില കേസ് ഷുഗർ വരാറുണ്ട്, ഹെവി ഷുഗർ. അതെന്ന് പറഞ്ഞാൽ ഈ വാസ്തുവിൻ്റെ ആയിട്ടുള്ള പ്രശ്നം കൊണ്ട്, വാസ്തുവിൻ്റെ ദോഷം കൊണ്ടൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡറുകൾ, ഈ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ വാസ്തുപരമായിട്ട് ശുക്രൻ നെഗറ്റീവ് ആകുന്ന മാതിരി നമ്മുടെ മൊബൈൽ നമ്പർ പോലും യൂസ് ചെയ്യുന്ന കേസിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നമ്പർ 6 എന്ന് പറയുന്നത് ശുക്രന്റെ നമ്പറാണ്. അങ്ങനെ ഓരോ നമ്പേഴ്സിനും അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഇപ്പൊ 1 എന്ന് പറയുന്ന നമ്പർ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് റെപ്രസെന്റ്, 2 എന്ന് പറഞ്ഞാൽ ചന്ദ്രന്, 3 എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം, 4 എന്ന് പറഞ്ഞാൽ രാഹു, അതേമാതിരി 5 എന്ന് പറഞ്ഞാൽ മെർക്കുറി ബുധൻ, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനസ് ശുക്രന്, 7 എന്ന് പറഞ്ഞാൽ കേതു, 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി, 9 എന്ന് പറഞ്ഞാൽ ചൊവ്വ. അപ്പം ഈ നമ്പേഴ്സിന്റെ ഒക്കെ പല രീതിയിലുള്ള എനർജികൾ ഈ ആധുനിക യുഗത്തിൽ മനുഷ്യൻ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങിയത് പിന്നെ പല രീതിയിലുള്ള ഈ നമ്പേഴ്സിന്റെ ആയിട്ടുള്ള എനർജി നമുക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് ഒരു 3 വർഷത്തിൽ കൂടുതൽ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചില അഴുക്ക് നമ്പർ, അതായത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനുഷ്യർക്ക് ശത്രുക്കളും മിത്രങ്ങളും ഉള്ളതുപോലെ തന്നെ ഗ്രഹങ്ങൾക്കും ശത്രുക്കളും മിത്രങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല ഗ്രഹങ്ങളുണ്ട്, അഴുക്ക് ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശനി എന്ന് പറയുന്ന ഒരു അഴുക്ക് ഗ്രഹമാണ്, ചൊവ്വ എന്ന് പറയുന്ന പലപ്പോഴും അഴുക്ക് ഗ്രഹമാണ്, സൂര്യന് പകുതി അഴുക്ക് ഗ്രഹമാണ്. കാരണം സൂര്യൻ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്ക് വെളിച്ചം തരുന്നുണ്ട്. അതുകൊണ്ട് സൂര്യനെ ഫുള്ളായിട്ടുള്ള ഒരു അഴുക്ക് ഗ്രഹമായിട്ട് കരുതപ്പെടുന്നില്ല. അങ്ങനെ പല ഗ്രഹങ്ങളും ഇവിടെ നെഗറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് രാഹു കേതുക്കൾ ഒക്കെ എന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങളാണ്. പല കേസിൽ രാഹു അത്ര കുഴപ്പമില്ല, കേതു പുള്ളി നെഗറ്റീവാണ്. പല കേസിൽ പല ഒബ്സ്റ്റക്കിളും പല തടസ്സങ്ങളും പല കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുത്തരുന്ന ഗ്രഹമാണ്. അപ്പം നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്പേഴ്സിന്റെ എനർജി അനുസരിച്ച് ഇപ്പം നമുക്ക് 4-6 എന്ന് പറഞ്ഞാൽ രാഹുവും ഈ പറയുന്ന ശുക്രനുമാണ്, 4-6 എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നമ്പർ വരിക. അതുപോലെ 6-7, 6-7 എന്ന് പറയുന്ന നമ്പരൊക്കെ അടുത്തടുത്ത് വരിക. അതുപോലെ 8-6, 8ഉം 6ഉം കൂടെ. അപ്പം ഈ പറഞ്ഞ 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശുക്രനാണ്. അപ്പം ശനി എന്ന് പറഞ്ഞാൽ ഒരു അഴുക്ക് ഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം ഈ ശനിയും ശുക്രനും കൂടെ ഒരു കാരണവശാലും ചേരത്തില്ല. അതുപോലെ 2-6, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചന്ദ്രനും ഈ പറയുന്ന മാതിരിയുള്ള ശുക്രനും കൂടെ. 1-6 എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 സൂര്യൻ, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വീനസ് ശുക്രൻ. അപ്പോൾ ഈ ഒരു നമ്പർ വന്നാലും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പത്തെ നമ്മുടെ ഈ പറയുന്ന ഓരോ എന്തൊക്കെ അസുഖം വരുമെന്നുള്ള, ഈ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖം വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഇത് നോക്കിക്കഴിഞ്ഞാൽ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതല്ലെന്നൊരു പല കേസ് ഡിസ്റ്റർബ് മാരേജ് ലൈഫ്, നമുക്ക് മാരേജ് ലൈഫ് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുക, കണ്ണിന് പ്രശ്നം ഉണ്ടാകുക, ജോയിൻസ് പ്രശ്നം ഉണ്ടാകുക, ബാരിയർ സ്റ്റഡീസ്, വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകുക, അതുപോലെ അൺഎത്തിക്കലായിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ പോവുക, അങ്ങനെ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഈ ഒരു പ്രശ്നം കൊണ്ട്, അല്ലാതെ ഒരു ഇൻക്യൂറബിൾ പ്രോബ്ലം, മനുഷ്യന് മോഡേൺ സയൻസിന് കണ്ടുപിടിക്കാൻ ആകാത്തതായിട്ടുള്ള ചില അസുഖങ്ങൾ പോലും ഈ നമ്പേഴ്സിൻ്റെ ആയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് വരാറുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ശുക്രൻ്റെ നമ്പർ മാത്രമാണ് പറഞ്ഞത്. അപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ധാരണയ്ക്ക് വേണ്ടി വിശദമായിട്ടുള്ള വീഡിയോ ഇതിന് പല ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്പേഴ്സിനെ പരാമർശിച്ച പോലെ നമുക്ക് നെയിമും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല ആൾക്കാരും നല്ല ജീവിതത്തിൽ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാനും ആർഭാടം ഉണ്ടാകാനും പല രീതിയിലുള്ള ഉയർച്ച വരാനും നമുക്ക് നെയിം അലൈൻമെന്റ്, ബ്രാൻഡ് അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നല്ലൊരു ബ്രാൻഡാണെന്നൊരു അവർ സയന്റിഫിക്കലി വളരെ രീതിയിലുള്ള കുതിച്ചുയരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ പേര് പോലും നോക്കിക്കഴിഞ്ഞാൽ അമിതാഭ് ബച്ചന്, ദിലീപ്, അങ്ങനെ പല ആൾക്കാർ അവരുടെ പേരിന്റെ ഇനിഷ്യലൊക്കെ മാറ്റിയിട്ട് പല നെയിമിനെ എനർജൈസ് ചെയ്ത് അല്ലെ നെയിം കറക്ഷൻ എന്ന് പറയും. അപ്പം നെയിം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള നല്ല നല്ല ഗുണങ്ങൾ വരാനും പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ ഒഴിവാക്കാനും ജീവിതത്തിൽ നല്ലതായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള ഇതിനു വേണ്ടിയാണ്. പക്ഷെ എന്ന് വരിയിൽ കേരളത്തിൽ തന്നെ പല ആൾക്കാരെ നമുക്കറിയാം പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാതെ നെയിം അലൈൻമെന്റ് ഒക്കെ ചെയ്തിട്ട് പല ആൾക്കാർക്കും പല വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നെയിം അലൈൻമെന്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് പല കേസിൽ ഈ 1-8 കോമ്പിനേഷൻ നെയിമിന് വരാറുണ്ട്. സപ്പോസ് ഫസ്റ്റ് നെയിമിൽ 1 എന്ന് പറയുന്നത് സൂര്യന്റെ എനർജി, രണ്ടാമത് നോക്കുമ്പോൾ ഈ ശനിയുടെ എനർജി, അങ്ങനെയൊക്കെ ഉള്ള കേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ അവരുടെ നെയിം അലൈൻമെന്റ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടെ അലൈൻമെന്റിന്റെ പ്രശ്നമാണ് 100%. അങ്ങനെയുള്ള പല കേസുകൾ ആൾക്കാർ പോലും സൂയിസൈഡ് ചെയ്യുന്ന കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ വൈഫിന്റെ, സ്പോസിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ, അതുപോലെ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ നെയിം അലൈൻമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറിയുന്നവരെ വെച്ച് നോക്കിയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രാൻഡ് അലൈൻമെന്റ്, നെയിം അലൈൻമെന്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊരിൽ ആൾക്കാർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ നോക്കിയാൽ ഒബ്രോയ് ഹോട്ടൽ, ജിൻഡാൽ സ്റ്റീൽ, ടൈറ്റാൻ, ലാക്മി, ഈ പറഞ്ഞ VLCC, ഇങ്ങനെയൊക്കെ ഉള്ള പല ബ്രാൻഡുകളും ഈ പറയുന്ന ശുക്രനുമായിട്ട് അലൈൻ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡൊക്കെ നല്ല രീതിയിൽ ഉയർന്നു പോയെന്നുള്ളതാണ്. അതേമാതിരി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓൾട്ടോ വണ്ടി ഈ പറയുന്നതായിട്ടുള്ള ശുക്രന്റെ റേഡിയേഷൻ ആണ്. ഇവിടെ തന്നെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ നാനോ, ടാറ്റ എന്ന് പറഞ്ഞാൽ 1 നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അപ്പൊ ആ ഒരു ടാറ്റ നാനോ നശിക്കാനും, ടാറ്റ നാനോ പോലും അതുകൊണ്ട് സിംഗൂറിലും പലയിടത്തും അത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ കൊണ്ടുപോയി, അവിടെയും പരാജയപ്പെട്ടു. കമ്പനിയുടെ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടു. പക്ഷെ അവര് തന്നെ മനസ്സിലാക്കി ഈ ന്യൂമറോളജിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ അടുത്ത കാലത്തായിട്ട് ഒരു വണ്ടി എഴുതിയിട്ടുണ്ട്, ടാറ്റ കർവ്. ആ കർവ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതുമായിട്ട് അലൈൻ ചെയ്തേക്കുവാണ്. കാരണം ഇവിടെ 6ന്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. കർവിന്റെ സ്പെല്ലിംഗ് പോലും CURVE എന്നാണ്. പക്ഷെ നേടി അവര് പേരിട്ടേക്ക് നോക്കിയാൽ CURVV. അത് നെയിം അലൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ആ ഒരു നെയിം അലൈൻമെന്റ് ആ എനർജി റീറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്പേഴ്സിന്റെ ആയിട്ടുള്ള ചില ചേഞ്ചസ് ഇവിടെ വരുത്തുകയാണ്. നോർമലി ഒരാൾക്ക് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒറ്റയടിക്ക്. അതിൻ്റെ ആയിട്ടുള്ള ടെക്നിക്കലെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീനസിന്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇനി ഇങ്ങനെയുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയിം കാര്യങ്ങൾ ഒന്ന് പറയും. അതുപോലെ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിനെ റെപ്രസെന്റ് ചെയ്തു, ബാറിനെ റെപ്രസെന്റ് ചെയ്തു, ജുവലറി ഷോപ്പ്, ഓർണമെന്റ് ഷോപ്പ്, നല്ല ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല കംഫർട്ട്, ലൈഫ് സ്റ്റൈല്, ഹോസ്പിറ്റാലിറ്റി, വെൽനസ്, ഡയമണ്ട് ഷോപ്പ്, മാരേജ് ആൻഡ് റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഈ ശുക്രനാണ്. ഇവിടെ ഇപ്പൊ ഈ ശുക്രന്റെ മാറ്റം കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ നല്ല ഗുണങ്ങളാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതേപോലെ നമ്മുടെ ഈ വീഡിയോ ഒടുവ് വരെ കേൾക്കുക. കാരണം ഇതിനകത്ത് നമുക്ക് റെമഡി പറയുന്നുണ്ട്, ഈ ശുക്രനെ എങ്ങനെ പോസിറ്റീവ് ആക്കാവുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒടുവ് ഭാഗത്തായിരിക്കും വരുന്നത്. അപ്പൊ അതുകൂടെ നിങ്ങൾ വേണ്ടി വന്നാൽ കേട്ട് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. മേടൻ രാശി എന്ന് പറഞ്ഞാൽ ഏരീസ്. അപ്പോൾ ഇതിന്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്.
ഇതിനകത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, കാർത്തികയുടെ ആദ്യത്തെ ഒരു ഭാഗം എന്നിവയാണ്. ഇവിടെ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, സൂര്യകർമ്മയാണ്. ഭരണിയെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ചന്ദ്രകർമ്മയാണ്. കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വകർമ്മയാണ്. അപ്പോൾ നിങ്ങൾ ഈ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ കർമ്മത്തിൽ കൂടെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അശ്വതിയെ നോക്കിക്കഴിഞ്ഞാൽ കേതുവെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നല്ല അതോറിറ്റിയുടെ ഗ്രഹം, ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ മെഡിസിൻ, ഇവരുടെ വീട്ടിലായാലും മെഡിക്കൽ ഫീൽഡ് അങ്ങനെയുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യത, ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു അടുപ്പം, മുടിക്ക് ചെറിയൊരു ചുരുളിച്ചമായി ചെറിയൊരു ഒടിവ് കാണാൻ, അങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രത്യേകിച്ച് ചൊവ്വാടായിട്ടുള്ള ഒരു ഹൈ സെക്ഷൽ എനർജി, അങ്ങനെ ആ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള രൂപപ്പെടാൻ, പരമി കാണുന്ന ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ വരാൻ, അല്ലെന്നൊരു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉരുണ്ട മുഖം, അല്ലെന്നൊരു ചൊവ്വാടായിട്ടുള്ള ഈ പറഞ്ഞൊരു പിടിവാശി ദേഷ്യം, അതുപോലെ ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു ആഡംബരം, അല്ലെന്നൊരു ഒരു സെക്ഷലി ഉള്ള താല്പര്യക്കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് ഈ ഒരു ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ കാർത്തികയെ നോക്കിക്കഴിഞ്ഞാലും കാർത്തികയുടെ സൂര്യൻ, ചൊവ്വ, പിന്നെ ഒരു ചൊവ്വാടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ചൊവ്വാടായിട്ടുള്ള ദേഷ്യം, പിടിവാശി, ഒരു ഫൈറ്റ് ചെയ്യാനും ഒരു വാരിയർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഘടകങ്ങൾ, അതുപോലെ സൂര്യൻ്റെ ആയിട്ടുള്ള അതോറിറ്റി, ലീഡർഷിപ്പ്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് ജയിക്കാവുന്നുള്ള പറയുന്ന ക്യാരക്ടർ, ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മേടൻ രാശിക്കാർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ, അൺഎക്സ്പെക്റ്റായിട്ട് ചില ഗിഫ്റ്റ് കിട്ടാൻ, എവിടെ നേരെ ആരെങ്കിലും ബന്ധുമിത്രാദികളൊക്കെ വന്ന് കണ്ടുമുട്ടി അവർക്ക് എന്തെങ്കിലും സമ്മാനാദികൾ കൊടുക്കാൻ, പ്രത്യേകിച്ച് അല്ലാതൊരു കുട്ടികളൊക്കെ ആണെന്നതിൽ ഇവരുടെ പേരൻസൊക്കെ അവർക്ക് എന്തെങ്കിലും കൊണ്ട് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാനൊക്കെ ഉള്ളത്, അല്ലെന്നൊരു നമ്മുടെ നേരത്തെ ഉള്ള എന്തെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ചുറ്റുപാടുണ്ടാകാൻ, എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് റിട്ടേൺ കിട്ടാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി, അങ്ങനെ പല രീതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ ജോലി ഇല്ലാതിരുന്ന ആൾക്കാർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക്, അല്ലെന്നൊരു അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാനുള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ട് സഹായിക്കുക, അതുമല്ലെന്ന രീതിയിൽ എന്തെങ്കിലും KSF ചിട്ടി അങ്ങനെയൊക്കെ കിട്ടിയാലും ഈ പൈസ ഒന്ന് അടച്ചു തീർക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ടാവുക. അതുപോലെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുക, ജോബിൽ നല്ല ഉയർച്ച ഉണ്ടാവുക, പുതിയ തൊഴിലവസരങ്ങൾ വരിക, പുതിയ ജോലി കിട്ടുക. അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ ലോണ് കിട്ടാനൊക്കെ ഉള്ള സാധ്യത, അല്ലെങ്കിൽ ആരെങ്കിലും അൺഎക്സ്പെക്റ്റായിട്ട് കൊടുക്കാനുള്ള പൈസ കടം കൊടുത്ത പൈസ ചിലപ്പോൾ തിരിച്ച് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ആ അസുഖത്തിൻ്റെ കാഠിന്യം ഒരു പരിധിവരെ കുറയാൻ, അല്ലെങ്കിൽ ആ അസുഖത്തിൻ്റെ മൂർച്ഛന്യാവസ്ഥ ഒന്ന് മാറി നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ വരാൻ, അങ്ങനെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യവുമാണ് ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിലവിലുള്ളത്. അതുപോലെ ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും ജോബിനൊക്കെ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ ജോബിന് കൺഫർമേഷൻ ലെറ്റർ വരാൻ ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. പ്രൊഫഷണൽ ഗെയിൻ ഉണ്ടാകാൻ, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു, അല്ലെന്നൊരു ഹയർ ഒഫീഷ്യൽസ്, അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ്, ഇങ്ങനെ അടുത്തുനിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാൻ, ജോലി സ്ഥലത്തൊക്കെ നല്ല അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു സാഹചര്യങ്ങൾ, മേലധികാരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ എഗ്രിമെൻ്റ്, പുതിയ കരാറുകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണേലും ചിലവ് ഒരു പരിധി വരെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നത് നല്ലതാണ് ഈ ഒരു സമയത്ത്. ചിലപ്പോൾ ചിലവ് ഇച്ചിരി അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലവൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അനാവശ്യമായിട്ടുള്ള ചിലവുകളെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതേമാതിരി വിദേശത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹസ്ബൻഡ്, വൈഫ്, ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കൂടെ ഈ ഒരു രാശിക്കാരെ പറ്റി എടുത്തു പറയേണ്ടതാണ് ഈ ഒരു സമയം. അപ്പോൾ നമുക്കിവിടെ ശുക്രനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ളത് നോക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുക്രന് ഏതൊക്കെ ഹൗസിലാണ് മോശം എന്നുള്ളത്. പ്രത്യേകിച്ച് 6, 8 ഹൗസ് എന്ന് പറയുന്നത് ശുക്രന് അത്ര അനുകൂലമല്ല. അത് ബാഡ് ഹൗസ് എന്ന് പറയാം. പൊതുവെ 6, 8, 12 ഹൗസ് മോശമാണ്. പ്രത്യേകിച്ച് 6ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡിസീസ് കാര്യങ്ങൾ, 8ാമത്തെ ഹൗസ് ആയാലും, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡെത്ത് എന്നൊക്കെ അറിയപ്പെടുന്നു.
അതുപോലെ ഈ 12ാമത്തെ ഹൗസൊക്കെ എന്ന് പറഞ്ഞാൽ അൺനെസറി ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പൊതുവേ ഈ 6ഉം 8ഉം ഹൗസ് നല്ലതല്ലെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്ര നല്ലതായിരിക്കില്ല. എന്തെങ്കിലും ഒരു പിന്നെയും ഇന്റേണൽ ഒരു കോമ്പിനേഷൻ്റെ കണക്ടിവിറ്റിയുടെ ഒക്കെ അനുസരിച്ചിരിക്കുന്നുണ്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിലെ കറണ്ട്, അതായത് നമുക്ക് തൈര് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വെള്ള വസ്ത്രം ദാനം ചെയ്ത് ഏറ്റവും നല്ലതാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ അമ്പലങ്ങളൊക്കെ ഗീ പറയുന്ന നമ്മുടെ നെയ്യ് കൊടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് അന്ധര് മുടന്തര് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നെയ്യ് ദാനം ചെയ്യുന്നത് ശനിയും കൂടെ ഒക്കെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. ഏറ്റവും പൊതുവേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും നല്ല ദാനധർമ്മങ്ങളാണ്. ഏത് ഗ്രഹമായാലും പോസിറ്റീവ് ആക്കാൻ ദാനധർമ്മം, അതായത് റേഡിയത്തിൽപ്പെട്ട ഗ്രഹങ്ങൾക്ക് നമ്മൾ ദാനധർമ്മം ചെയ്യുക. അത്രയും ഈ ദാനധർമ്മം എന്നത് നമ്മുടെ സമ്പത്തൊക്കെ പല രീതിയിൽ നമ്മൾ അറിയാതെ തന്നെ പല രീതിയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു വരും. പ്രത്യേകിച്ച് ഫുഡ് ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഗീ വെണ്ണ കൊണ്ട് തിലക ചാർത്തുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ല. അല്ലെ വെണ്ണ മഞ്ഞൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കി ഇത് കോമ്പിനേഷൻ മിക്സ് ചെയ്തിട്ട് തിലകം ചുടുന്നത് വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. അതുപോലെ പശുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷനാണ്. അപ്പോൾ പശുവിനൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് വാഴപ്പഴം ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ശുക്രനെ കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. അതുപോലെ ഏറ്റവും നല്ലൊരു കർമ്മമാണ് 12-24 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് അല്ലെന്നേലും എന്തെങ്കിലും അണിഞ്ഞൊരുങ്ങാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും നിങ്ങൾ ചിരിക്കും ചിലപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവരുടെ വൈഫിൻ്റെ പാദസേവ എന്ന് പറയും. പാദസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ കാലിൽ ഞെക്കി കൊടുക്കുക എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശുക്രനെ ഏറ്റവും അനുകൂലമാണ് പോസിറ്റീവ് ആക്കാൻ നല്ലൊരു കർമ്മമാണ്. കാരണം ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലേഡീസിൻ്റെ ഒക്കെ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. അതുപോലെ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലൊരു. അതുപോലെ ഭൈരവലക്ഷ്മി വ്രതം എടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ ദുർഗാദേവിയെ പൂജിക്കുക, ദുർഗാ ചാലിസ അതൊക്കെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. കൽക്കണ്ടം നമുക്ക് അതിൻ്റെ എമൗണ്ടിലല്ല കാര്യം, ഈവൻ 10 രൂപയുടെയൊക്കെ ചെറിയ പാക്കറ്റൊക്കെ കിട്ടും, വാങ്ങിച്ച് അമ്പലങ്ങളിലോ നിങ്ങൾ വിശ്വസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തൈരിനകത്ത് കുളിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. ചെറിയൊരു വെള്ളത്തിനകത്ത് ചക്കെല്ലാം ഒരു തൈരിട്ട് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശുക്രനെ പോസിറ്റീവ്. അതുപോലെ ശുക്രമണി എന്ന് പറഞ്ഞൊരിതുണ്ട്. അതുപോലെ തൈര്, നെയ്യ് എന്നിവയൊക്കെ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കിവിടെ ശുക്രനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ളത് നോക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുക്രനെ ഏതൊക്കെ ഹൗസിലാണ് മോശം എന്നുള്ളത്. പ്രത്യേകിച്ച് 6, 8 ഹൗസ് എന്ന് പറയുന്നത് ശുക്രന് അത്ര അനുകൂലമല്ല, അത് ബാഡ് ഹൗസ് എന്ന് പറയാം. പൊതുവെ 6ഉം 8ഉം 12 ഹൗസും മോശമാണ്. പ്രത്യേകിച്ച് 6ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡിസീസ് കാര്യങ്ങൾ, 8ാമത്തെ ഹൗസ് ആയാലും അതിൻ്റെ ഹൗസ് ഓഫ് ഡെത്ത് എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ ഈ 12ാമത്തെ ഹൗസൊക്കെ എന്ന് പറഞ്ഞാൽ അൺനെസറി ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പൊതുവേ ഈ 6ഉം 8ഉം ഹൗസ് നല്ലതല്ലെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്ര നല്ലതായിരിക്കില്ല. എന്തെങ്കിലും ഒരു പിന്നെയും ഇന്റേണൽ ഒരു കോമ്പിനേഷൻ്റെ കണക്ടിവിറ്റിയുടെ ഒക്കെ അനുസരിച്ചിരിക്കുന്നുണ്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിലെ കറണ്ട്, അതായത് നമുക്ക് തൈര് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വെള്ള വസ്ത്രം ദാനം ചെയ്ത് ഏറ്റവും നല്ലതാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ അമ്പലങ്ങളൊക്കെ ഗീ പറയുന്ന നമ്മുടെ നെയ്യ് കൊടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് അന്ധര് മുടന്തര് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നെയ്യ് ദാനം ചെയ്യുന്നത് ശനിയും കൂടെ ഒക്കെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. ഏറ്റവും പൊതുവേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും നല്ല ദാനധർമ്മങ്ങളാണ്. ഏത് ഗ്രഹമായാലും പോസിറ്റീവ് ആക്കാൻ ദാനധർമ്മം, അതായത് റേഡിയത്തിൽപ്പെട്ട ഗ്രഹങ്ങൾക്ക് നമ്മൾ ദാനധർമ്മം ചെയ്യുക. അത്രയും ഈ ദാനധർമ്മം എന്നത് നമ്മുടെ സമ്പത്തൊക്കെ പല രീതിയിൽ നമ്മൾ അറിയാതെ തന്നെ പല രീതിയിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു വരും. പ്രത്യേകിച്ച് ഫുഡ് ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഗീ വെണ്ണ കൊണ്ട് തിലക ചാർത്തുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലത്. അല്ലെ വെണ്ണ മഞ്ഞൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കി ഇത് കോമ്പിനേഷൻ മിക്സ് ചെയ്തിട്ട് തിലകം ചുടുന്നത് വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. അതുപോലെ പശുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷനാണ്. അപ്പോൾ പശുവിനൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് വാഴപ്പഴം ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ശുക്രനെ കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. അതുപോലെ ഏറ്റവും നല്ലൊരു കർമ്മമാണ് 12-24 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് അല്ലെന്നേലും എന്തെങ്കിലും അണിഞ്ഞൊരുങ്ങാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്യുന്നത്.
അതുപോലെ ഏറ്റവും നിങ്ങൾ ചിരിക്കും ചിലപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവരവരുടെ വൈഫിൻ്റെ പാദസേവ എന്ന് പറയും. പാദസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ കാലൊന്ന് ഞെക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശുക്രനെ ഏറ്റവും അനുകൂലമാണ്, പോസിറ്റീവ് ആക്കാൻ നല്ലൊരു കർമ്മമാണ്. കാരണം ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലേഡീസിൻ്റെ ഒക്കെ ഒരു റിലേഷൻപ്പെട്ടാണ്. അതുപോലെ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലൊരു. അതുപോലെ ഭൈരവ ലക്ഷ്മി വ്രതം എടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ ദുർഗാദേവിയെ പൂജിക്കുക, ദുർഗാ ചാലിസ, അതൊക്കെ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങൾ കൽക്കണ്ടം ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. കൽക്കണ്ടം നമുക്ക് അതിൻ്റെ എമൗണ്ടിലല്ല കാര്യം, ഈവൻ 10 രൂപയുടെയൊക്കെ ചെറിയ പാക്കറ്റൊക്കെ കിട്ടും, വാങ്ങിച്ച് അമ്പലങ്ങളിലോ നിങ്ങൾ വിശ്വസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തൈരിനകത്ത് കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. ചെറിയൊരു വെള്ളത്തിനകത്ത് ചക്കെല്ലാം ഒരു തൈരിട്ട് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശുക്രനെ പോസിറ്റീവ്. അതുപോലെ ശുക്രമണി എന്ന് പറഞ്ഞൊരിതുണ്ട്. അതുപോലെ തൈര്, നെയ്യ് എന്നിവയൊക്കെ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്.